നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ അപൂർവങ്ങളായ കഥകളാണ് പറയുന്നത്. ഇന്ന് ഞാൻ കഥാസരിത് സാഗരത്തിലെ ഒരു കഥ പറയുകയാണ്. എന്താ ഈ കഥാസരിത് സാഗരത്തിലെ കഥകളുടെ പ്രത്യേകത? എപ്പോഴും പ്രകൃതിയും മരങ്ങളും ശ്രീബുദ്ധനും എല്ലാം കൂടെ ഇടകലർന്നിട്ടുള്ളൊരു കഥയായിരിക്കും. പ്രകൃതിയിലെ കാര്യങ്ങളായിരിക്കും അതിൽ പക്ഷികളുടെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും വേടന്മാരുടെയും എല്ലാവരും കഥാപാത്രങ്ങളും ആയിട്ടുണ്ടാകും. അതാണ് കഥാസരിത് സാഗരത്തിലെ കഥകളുടെ പ്രത്യേകത. ഇന്നത്തെ കഥ പൂച്ചയെ രക്ഷിച്ച എലി. അങ്ങനെ പൂച്ചയെ എലി രക്ഷിക്കണേ. അതവഞ്ഞിപ്പോൾ അങ്ങനെ രക്ഷിച്ചാൽ തന്നെ പൂച്ച അടുത്ത നിമിഷം എന്താ ചെയ്യുക? എലിയെ പിടിച്ചങ്ങോട്ട് തിന്നും, കൊല്ലും. ഇതല്ലേ സാധാരണ സംഭവിക്കണേ. അതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവുകയാണ്. വിദിശ രാജ്യത്താണ് കേട്ടോ ഈ കഥ നടക്കുന്നത്. കഥാസരിത് സാഗരത്തിൽ അങ്ങനെ പറയുന്നത്. അവിടെ ഒരു ആലിൻ്റെ ഒരു പേരാൽ മരത്തിലാണ്, അടുത്ത് തന്നെ വലിയൊരു പുഴ ഒഴുകി പോകുന്നുണ്ട്. ആ പുഴയുടെ തീരത്ത് നിൽക്കുന്ന ഒരു പേരാൽ മരത്തിലാണ് ഈ ഒരു പൂച്ച, ആദ്യം തന്നെ ഒരു കൂമൻ താമസിച്ചിരുന്നത്. കൂമൻ വലിയ മരത്തിൻ്റെ മുകളിൽ ഒക്കെ, കൂമൻ എന്ന് പറഞ്ഞാൽ മൂങ്ങ, അങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നടക്കാമല്ലോ, അങ്ങനെ താമസിച്ചു. മരത്തിൻ്റെ നടുവിലായിട്ടൊരു പോതുണ്ട്. ആ പോതിനകത്തായിട്ട് പൂച്ചയും താമസിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കീരിയുണ്ട്. ആ കീരിയും ആ മരത്തിൻ്റെ തന്നെ മറ്റൊരു പോട്, താഴെയായിട്ടുള്ളൊരു പോട്ടിൽ കീരിയും താമസിച്ചു. എലിക്കും അതിനടുത്ത് തന്നെ ഒരു മാളം കിട്ടി. ആ മാളത്തിൽ എലിയും താമസിച്ചു. ഇപ്പം ആരൊക്കെ ഉണ്ട്? കൂമനുണ്ട്, കീരിയുണ്ട്, പൂച്ചയുണ്ട്, എലിയുണ്ട്. ഇതിൽ ഈ എലിക്ക് ബാക്കി 3 പേര്. എലിക്ക് പേടിയാണ് പൂച്ചയെ, എലിക്ക് കൂമനെ അതിലപ്പുറം പേടിയാണ്. പിന്നെ ഉള്ളത് അവിടെ കീരി. കീരി കണ്ടാൽ മതി എലിയെ പിടിച്ച് തിന്നാൻ. അപ്പം ബാക്കി 3 പേരെയും പേടിച്ച് കൊണ്ട മരത്തിൽ അങ്ങനെ എലി കഴിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കെ അതുവഴി വന്നൊരു വേടൻ, അതിനടുത്ത് തന്നെ ഈ മരത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് നിഴലിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു വലിയ വയലാണ്. ആ വയലിൽ ഒരു വേടൻ, ഒരു കാട്ടാളൻ ഒരു കെണി വെച്ചു പൂച്ചയെ പിടിക്കാനായിട്ടാണ്. പൂച്ചയെ പിടിക്കാനുള്ള കെണിയാണ് അതെന്ന് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ആ ഒരു ഉപദ്രവം അങ്ങോട്ട് മാറി കിട്ടുമല്ലോ, അത് ആ കെണിയിലാ പെട്ട് കഴിഞ്ഞാൽ വേടൻ കൊണ്ടുപോകുമല്ലോ എന്ന് വിചാരിച്ചു. എലി പത്തും പതിങ്ങിയൊക്കെ വേറെ വഴിക്ക് പോവുകയും ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞേച്ച് എലി കുറച്ച് നെൽക്കതിരൊക്കെ കിട്ടി, അതുമൊക്കെ തിന്ന് വയറൊക്കെ നിറച്ച് അവനവൻ്റെ അന്നത്തെ കാര്യമൊക്കെ ശുഭമായി തിരിച്ചിങ്ങോട്ട് വരണ വഴിക്ക് പെട്ടു. പൂച്ചതാ വേടൻ്റെ കെണിയിൽ പെട്ട് കിടക്കണം. ഇനി അവിടുന്ന് പുറത്ത് കിടക്കാനൊരു നിവർത്തിയില്ല. നാളെ വന്ന് ഈ കെണി എടുത്ത പൂച്ചയെ പിടിച്ച് ശാപ്പെടും. അതാണ് കാട്ടാളൻ്റെ പടി. അപ്പം എലി വിചാരിച്ചു, അമ്പടാ വീര പെട്ടു ഇവിടെ നടക്കട്ടെ എന്ന് വെച്ചു. അപ്പോഴത്തേക്കും അവിടേക്ക് കൂമനോടി വരണു. കൂമനോടി വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ പൂച്ച അവിടെ കെണിയപ്പെട്ടു. എലി ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരൊറ്റ ചാട്ടം എലിയെ പിടിക്കാൻ. എലി പേടിച്ചു പോയി. പേടിച്ച് തന്നെ പിടിച്ചത് തന്നെ. അവർ കണക്കിന് അവിടെ നിന്നങ്ങോട്ട് ഒഴിഞ്ഞു മാറി ഓടി. അടുത്ത് കണ്ടൊരു മരത്തിൻ്റെ പുറകിലങ്ങോട്ട് ഒളിച്ചു. കൂമൻ ചുറ്റുമൊക്കെ നോക്കി, ഇതിനെ കണ്ടില്ല. അങ്ങനെ അവിടെ പാങ്ങി നിൽക്കും. അവിടെ ചെന്ന് നിന്നിട്ട് ഇപ്പം കൂമൻ തന്നെ കാണില്ലല്ലോ, പൂച്ചയാണെങ്കിൽ കെണിയിലുമാണ് എന്ന് വിചാരിച്ച് ഇങ്ങനെ എത്തി നോക്കുക. കൂമൻ ഇനിയിപ്പോൾ എന്താ ഇവിടെ വരുമോ, എവിടേക്കാണ് ഓടണ്ടേ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ പൂച്ച എലി നിൽക്കുമ്പോൾ കീരിൻ്റെ ഓടി വരണം. കീരി ഓട്ടി വന്നിട്ട് എലിയെ പിടിക്കാൻ നോക്കണം. അയ്യോ, തൻ്റെ ശത്രുക്കളൊക്കെ ഇവിടെ ഉണ്ടോ? എല്ലാവരും ഇതിപ്പോൾ ഒരു രക്ഷയില്ലല്ലോ ഇവിടെ. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കൂമൻ പിടിക്കും, ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഒട്ടനെ പിടിക്കും കീരി. എങ്ങനെ ജീവൻ രക്ഷിക്കണു ഒന്നും ആലോചിച്ചില്ല. എലി എന്ത് ചെയ്തു എന്നറിയാമോ? കൊട്ടത്താനൊരൊറ്റ ഓട്ടം പൂച്ച പെട്ട് കിടക്കണ കെണിയുടെ മുമ്പിലേക്ക്. ആ കെണിയുടെ അവിടെ ചെന്നിട്ട് വേഗം ആ കെണി അങ്ങോട്ട് കടിച്ചു മുറിച്ച് പൂച്ച അങ്ങോട്ട് രക്ഷിച്ചു. പൂച്ച പുറത്തേക്ക് നിന്നു. എലി പൂച്ച കുടുങ്ങി കിടക്കണ കെണി കടിച്ചു മുറിക്കാൻ തുടങ്ങുകയെന്ന് കേട്ടപ്പെട്ടല്ലോ ഈ കൂമനും അവിടെ കാത്തിരുന്നു. 10 നമുക്ക് നല്ലൊരു പൂരം. എന്താ പൂരം?
രക്ഷപ്പെട്ട് വരട്ടെ പൂച്ച, എലിയെ പിടിച്ച് ചാപ്പടില്ലേ, നമുക്കത് കാണാം എന്ന് കരുതി കൂമൻ ഇവിടെ ഇരുന്നു. കീരിയാണെങ്കിൽ അവിടെ ഇരുന്നു. കീരിയുടെ വിചാരം ഇത് തന്നെയാണ്. കടിച്ച് മുറിച്ച് കെണി കടിച്ച് മുറിച്ച് എലി അങ്ങോട്ട് രക്ഷിക്കട്ടെ പൂച്ച പുറത്തു വന്ന് ആദ്യം ചെയ്യണ പണി എലിയെ പിടിച്ച് തിന്നലല്ലേ. അങ്ങനെ തന്നെയല്ലേ ചെയ്യുക. അതിപ്പോൾ കാണാം എന്ന് കരുതി ഈ കടിച്ച് മുറിച്ചു കൊണ്ടിരിക്കുമ്പോഴും എലിയുടെ വിചാരം ഇത് തന്നെയാണ്. ഞാൻ ഈ കഷ്ടപ്പെട്ട് എൻ്റെ വല്ലിൻ്റെ മൂർച്ചയും കളഞ്ഞ് ഈ കെണിയുടെ കമ്പിയൊക്കെ മുറിച്ച് കടിച്ച് പറിച്ച് മുറിച്ച് പൂച്ചയെ സ്വതന്ത്രനാക്കി പുറത്തേക്ക് വന്ന പൂച്ച കണ്ട പൂച്ച എൻ്റെ പുറത്ത് ചാടി എന്നെ കടിച്ച് പറിച്ച് തിന്നും. അക്കാര്യം ഉറപ്പാണ്. പക്ഷെ ഞാൻ അങ്ങോട്ടോടിയാലും എന്താ കാര്യം, ഒന്നിലെ കൂമൻ തിന്നും, ഇങ്ങോട്ടോടിയാലോ ഒന്നിലെ കീരി തിന്നും. എന്നാൽ പിന്നെ ഏതായാലും പൂച്ച തന്നെ തിന്നട്ടെ എന്ന് കരുതിയാണ് പൂച്ച സ്വതന്ത്രനാക്കാൻ നോക്കിയത്. കെണി കടിച്ച് മുറിച്ചു, പൂച്ച പുറത്തേക്ക് വന്നു. എല്ലാവരും ഇപ്പം പൂച്ച എലിയെ പിടിക്കണം കാണാൻ വേണ്ടി നിൽക്കുക. പൂച്ച എലിയെ കണ്ട ഭാവം നടിച്ചില്ല, നോക്കുക പോലും ചെയ്തില്ല എലിയെ. ആരും ഇനി എവിടേക്കാണ് ഈ പൂച്ച പോണേ? അപ്പം എലിയെ തിന്നണില്ലായിരിക്കുമോ, എലിയെ വേണ്ടായിരിക്കുമോ, വിശപ്പൊന്നും ഇല്ലായിരിക്കുമോ എന്ന് കീരിയും കൂമനും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. ആ സമയത്ത് കടന്നിങ്ങോട്ട് വന്ന പൂച്ച കൂമൻ്റെ നേരെ നിന്നിട്ട് കൊട്ടത്താനൊരു ചാട്ടം. കൂമനെ പിടിക്കാൻ നോക്കി. ഒരു കണക്കിനാ കൂമൻ രക്ഷപ്പെട്ടെ. കൂമൻ അതുവഴി കടത്തിക്കൂടെ ഓടി. പൂച്ച തന്നെ പിടിച്ച് തിന്നുമല്ലെങ്കിൽ ഇപ്പോൾ കൂമൻ ഓടിപ്പോയി. അത് കഴിഞ്ഞിട്ട് കണ്ടമ്പൂച്ച അങ്ങോട്ട് തിരിഞ്ഞൊന്ന് നോക്കി നിൽക്കുമ്പോണ്ട് കീരി വെച്ച് കഴിഞ്ഞ കൈ കൊണ്ട് ഒരൊറ്റടി കീരിക്ക് കൊടുക്കാനായിട്ട് കയ്യങ്ങോട്ട് പോക്കി അടിക്കാൻ നോങ്ങിയപ്പോഴേക്കും ഒരു കണക്കിന് ഒടിഞ്ഞു മാറി കീരി. പിന്നെ അവിടെ നിന്നില്ല, ജീവനും കൊണ്ടോടി. കീരി പോയി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ തന്നെ തൻ്റെ ശത്രുക്കളായിട്ട് അവിടെയുള്ളത് ആരാ? എലിയാണ്. വേണമെങ്കിൽ തനിക്ക് പിടിച്ച് തിന്നാം. പക്ഷേ എലിയെ ഇപ്പം അങ്ങനെ പിടിച്ച് തിന്നണതൊരു നന്ദികേടല്ലേ? വേടൻ തന്നെ കെണി വെച്ച് പിടിച്ച് താൻ കെണിയിൽ പെട്ട് കിടക്കുമ്പോൾ എലി താൻ ശത്രുവാണ് എലിയുടെ. എന്നിരുന്നാലും ആ കെണി കടിച്ച് മുറിച്ച് തന്നെ രക്ഷിച്ചു. അതിനൊരു നന്ദി കാണിക്കണ്ടേ? ഒരു കാര്യം ചെയ്തു പൂച്ച, ഒരു കാര്യം ചെയ്തു. ഞാനിപ്പോൾ ഇന്ന് തിന്നണില്ല, ഈ എലിയെ തിന്നണില്ല, എനിക്ക് വേണമെങ്കിൽ വേറെ പിടിച്ച് തിന്നാലോ എന്ന് കരുതി എലിയെ, തന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ച എലിയെ ഒരു നന്ദിയും പറഞ്ഞുകൊണ്ട് പൂച്ച അങ്ങ് പോവുകയും ചെയ്തു. പിന്നെ ഇനി മറ്റുള്ളവർക്കൊക്കെ വൈകുന്നേരം ആകുമ്പോൾ വന്നാൽ മതിയല്ലോ. വൈകുന്നേരം ഇര തേടലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ പതിവ് പോലെ ആ 4 ജീവികളും ആ മരത്തിൽ തന്നെ വന്ന് ചേക്കേറി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സന്ധ്യ ആയപ്പോൾ വീട്ടിൽ വന്ന് കിടന്നുറങ്ങാൻ നോക്കി. തീറ്റയൊക്കെ പുറമേന്ന് കഴിഞ്ഞല്ലോ, എന്തെങ്കിലുമൊക്കെ കിട്ടിക്കാണും. അവർ വയറൊക്കെ നിറച്ച് വന്നിട്ട് അവരവരുടെ സ്ഥലങ്ങളിൽ ഒരു പൊത്തിനകത്ത് പൂച്ച കയറി. കൂമൻ വേറൊരു സ്ഥലം കണ്ടെത്തി പിടിച്ചു. കീരി തന്നെ മാളത്തിൽ പോയി. എലിയാകട്ടെ തന്നെ മാളത്തിലേക്കും പോയി. അങ്ങനെയാണ് ഉണ്ടായത്. ഈ കഥ കുട്ടികളെ പറഞ്ഞ് കേൾപ്പിക്കണം കേട്ടോ. പിന്നെ ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുമല്ലോ. കഥകൾ കേൾക്കാനും മറ്റു കുട്ടികളെയൊക്കെ പ്രേരിപ്പിക്കുമല്ലോ. കുട്ടികളൊക്കെ ഈ കഥകൾ പറഞ്ഞു കൊടുക്കൂലേ, ഒരു രസം. നന്ദി.